അതികഠിനമായ ചൂടിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വലിയ ചൂടാണ് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയേണ്ടുന്ന ഒരു വളരെ കൃത്യമായൊരു കാര്യമുണ്ട്. എന്നെപ്പോലെയുള്ള ഞങ്ങളെപ്പോലെയുള്ള കുറേ അധികം ആളുകൾ കേരളത്തിൽ ചിന്തിക്കുന്നൊരു വിഷയമുണ്ട്. കാട് മുതൽ കടൽ വരെ അല്ലെങ്കിൽ കടൽ തീരം മുതൽ മലയോരം വരെയുള്ള കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് ഇവിടെ വരുമോ? നമുക്ക് കെയറെയിൽ വേണമോ, മലയോര റെയിൽവേ വേണമോ, തീരദേശ റെയിൽവേ വേണമോ, അല്ലെങ്കിൽ തുരങ്കപാത വേണമോ എന്ന് സിങ്ക്രണൈസ് ചെയ്ത് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരമായി കേരളമെന്ന് പറയുന്ന പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് അറബിക്കടലിലേക്ക് ചരിഞ്ഞു കിടക്കുന്ന പച്ചയായ വിരിപ്പിട്ട സഖ്യൻ്റെ ഈ താഴ്വാരങ്ങളിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന 3.5 കോടി വരുന്ന ജനങ്ങളുടെ എല്ലാ കാലത്തെയും നിലനിൽപ്പിനാവശ്യമായ പരിപാടികൾ എടുക്കുമോ? ഇതാണ് രാഷ്ട്രീയ പാർട്ടികളോടുള്ള ചോദ്യം. എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നു? ഒന്നാമത്തെ ചോദ്യം നമ്പർ 1, ഭൂമധ്യരേഖയുടെ ഇക്വേറ്ററിൻ്റെ 8 ഡിഗ്രിക്കും 10 ഡിഗ്രിക്കും ഇടയ്ക്ക് അക്ഷാംശത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ വർഷത്തിൽ നല്ലൊരു ശതമാനം കാലവും സൂര്യപ്രകാശം കിട്ടുന്ന കാലമാണ്. വേനൽക്കാലം 3 മാസമേ ഉള്ളൂ, പക്ഷേ സൂര്യപ്രകാശം കിട്ടുന്നതാണ്. 100-120 ദിവസം മുതൽ 140 ദിവസം വരെ മാത്രമേ നമുക്ക് മഴയുള്ളൂ. ബാക്കി നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഉള്ള സ്ഥലമാണ്. നമ്പർ 2, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഹാവായ് ദ്വീപുകളും ബ്രസീലിയൻ കാടുകളും ഒക്കെ ഒഴിച്ചാൽ, ആമസോൺ പ്രദേശങ്ങൾ ഒഴിച്ചാൽ, ഇന്ത്യയിലെ ചിറാപുഞ്ചി മൗണ്ട് റാം ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഭൂശാസ്ത്ര പ്രദേശമാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് എല്ലാ നദികളും ഉത്ഭവിക്കുമ്പോൾ, എല്ലാ ഭൂമിശാസ്ത്രപരമായ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് കടലിനെ അഭിമുഖമായി കിടക്കുമ്പോൾ, തെക്ക് നിന്ന് വടക്കോട്ടാണ് നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും. സകല ഡ്രെയിനേജിനെയും സകല നദികളെയും ഒക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടോ മുറിച്ചുകൊണ്ടോ നികത്തിക്കൊണ്ടോ ഒക്കെയാണ് നമ്മുടെ വികസനം പോകുന്നത്. ഇതൊന്ന് മാറി നിർത്തട അടിസ്ഥാനത്തിലും ആവാസ വ്യവസ്ഥ അടിസ്ഥാനത്തിലുമൊക്കെ വികസനം വരുമോ? അടുത്ത ചോദ്യമാണ്. കേരളത്തിൽ നടക്കുന്ന ഓരോ പദ്ധതികളും ലോകത്തിലേറ്റവും കൂടുതൽ നല്ല ചൂട് നല്ല കാലാവസ്ഥ കിട്ടുന്ന വളരെ തനതായിട്ടുള്ള യുണീക്കായിട്ടുള്ള സൂക്ഷ്മതലത്തിൽ വളരെ കൃത്യമായി മൈക്രോ ലെവലിൽ സ്ലോപ്പിന് അല്ലെങ്കിൽ ചരിവിന് പ്രത്യേകതകളുള്ള, മണ്ണിന് പ്രത്യേകതകളുള്ള, ഇത്രമുതലും ബയോഡൈവേഴ്സിറ്റി ഉള്ള വെസ്റ്റേൺ ഘാട്ട് മുതൽ കടൽ വരെ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ബയോഡൈവേഴ്സിറ്റിയുള്ള, തണ്ണീർത്തടമുള്ള, 44 നദികളുള്ള, ആയിരക്കണക്കിന് പുഴകളുള്ള, കുളങ്ങളുള്ള, കായലുകളുള്ള, തടാകങ്ങളുള്ള, തണ്ണീർത്തടങ്ങളുള്ള മറ്റൊരു പ്രദേശം ഈ ഭൂമുഖത്തില്ല. അതാണ് ഇതിൻ്റെ സൗന്ദര്യം. നമ്മളെല്ലാവരും കൂടി വികസിപ്പിച്ച് ഇങ്ങനെ എത്തി. അതവിടെ നിൽക്കട്ടെ. കാലാവസ്ഥാ മാറ്റം ഇന്നൊരു യാഥാർത്ഥ്യമാണ്. ദുരന്ത നിവാരണം, ദുരന്തം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുമോ? ഇതാണ് പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ആശങ്ക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ജനുവരിയിൽ, ഈ 2020 ജനുവരിയിൽ വയനാട് വച്ച് ചേർന്ന ഉറവിൽ ചേർന്ന കുറേ പരിസ്ഥിതി സംഘടനക്കാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ആക്ടിവിസ്റ്റുകളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും ഒക്കെ ഒരു സമ്മേളനം അവിടെ നടന്നു. അതിൽ തുടർന്ന് അവർ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കിയിട്ടുണ്ട്. കാട് മുതൽ കടൽ വരെ എന്ന് പറഞ്ഞത് മലയാളം കോപ്പിയാണിത്. അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തിരുവനന്തപുരത്ത് വെച്ച് ഇതിൻ്റെ പ്രകാശനം നടന്നു. അതിൻ്റെ ഭാഗമായി ചില ചർച്ചകളൊക്കെ നടന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ നാച്ചുറൽ നമ്മുടെ സഹ്യാദ്രി എൻവയോൺമെൻറ്റ് സമ്മിറ്റും
പിന്നെ പശ്ചിമഘട്ട വികസന സംരക്ഷണ സമിതി തുടങ്ങി ഒരുപാട് സമിതികൾ ആളുകളൊക്കെ കൂടി ചേർന്ന് ഒരു വലിയ കൂട്ടായ്മയിലാണ് ഇത് വന്നിരിക്കുന്നത്. പരിസ്ഥിതി പരിഗണനയിലൂന്നിയ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ദുരന്ത നിവാരണത്തിൽ നിന്ന് കാലാവസ്ഥ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള എന്ത് പരിപാടിയാണ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. ജനകീയമായ പരിസ്ഥിതി ചാർട്ടർ അല്ലെങ്കിൽ ഒരു പ്രമാണപത്രവും അവരിറക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പാരിസ്ഥിതിക ഭൂപ്രകൃതിയും സമ്പദ് വ്യവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിവർത്തനവും എന്താണ്, ഭക്ഷ്യമേഖലയിൽ, വ്യവസായ മേഖലയിൽ, പരിസ്ഥിതി മേഖലയിൽ, കുടിവെള്ള മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അഗ്രോ എക്കോളജിയുടെ കാർഷിക മേഖലയിലെ പുതിയ ആശയങ്ങൾ എന്താണ്. 1 ഹെക്ടർ വയലുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 സെൻറ്റ് വയലുണ്ടെങ്കിൽ 1,60,000 ലിറ്റർ മഴവെള്ളത്തെ ഉൾക്കൊള്ളും. 1 ഹെക്ടർ കാടുണ്ടെങ്കിൽ 32,000 ഘനകിലോമീറ്റർ പ്രദേശത്തെ മഴയെ ഉൾക്കൊള്ളും. കാട് വെട്ടി ചൂട് കൂടി വയൽ നകത്തി കുടിവെള്ളം മുട്ടി എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല എന്നുള്ള നിലയിലേക്ക് മലയാളി മാറുമ്പോൾ വീട്ടുകളെ കേന്ദ്രീകരിച്ചുള്ള കാർഷിക പരിപാടികളും വൃക്ഷങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടികളും തോട്ടവിളയെയും കാർഷിക വനവൽക്കരണവും വനവും പശ്ചിമഘട്ടവും ജൈവവൈവിധ്യവും ഒക്കെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളതിൻ്റെ നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ കാട് മുതൽ കടൽ വരെ എന്നുള്ളത്. അതിൽ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിന് വേണ്ടി ഭൂപ്രദേശങ്ങളെ എങ്ങനെ ഇണചേർക്കാം അല്ലെങ്കിൽ കണ്ണിചേർക്കാം, സംരക്ഷിത വനമേഖല എങ്ങനെ സംരക്ഷിക്കാം, വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന തോട്ടപ്രദേശം നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം. വളരെ വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം. അതെങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനവും വനത്തിൻ്റെ പുനഃസ്ഥാപനവും എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ വന അവകാശങ്ങൾ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും. ഇടനാടൻ കുന്നുകളെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും. ചെങ്കൽ പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നത് എങ്ങനെ. കേരളം എന്തുകൊണ്ട് കുന്നിൻ ചരിവുകളിലെ തോട്ടങ്ങളുടെയും നിർമ്മാണ രീതികളുമൊക്കെ കൃത്യമായി പഠിക്കണം. ജലസുരക്ഷയെ സംബന്ധിച്ചും നദികളെയും തണ്ണീർത്തടങ്ങളെയും വെള്ളപ്പൊക്കത്തെയും കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി ആ രേഖയിൽ പറയുന്നു. അതിനെന്താണ് സംരക്ഷണ മാർഗം ചെയ്യേണ്ടതെന്നും തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും നീർത്തടാധിഷ്ഠിത വികസനത്തിൻ്റെ സാധ്യതകളുമൊക്കെ വളരെ കൃത്യമായി ആ രേഖയിൽ പറയുന്നു. അതുപോലെ മലിനീകരണത്തെക്കുറിച്ചും ജലത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചും ആശങ്കപ്പെടുന്നുണ്ട്. വ്യാവസായിക മലിനീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. ഭൂഗർഭജല സംരക്ഷണത്തെയും മണൽ ഖനനത്തെയും അതുപോലെ നഗരങ്ങളിലെ നദികളും കനാലുകളൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതെല്ലാം വളരെ കൃത്യമായി പറയുന്നത്. അതുപോലെ തീരദേശ ആവാസ വ്യവസ്ഥ എങ്ങനെയാണ് ദുർബലമായിക്കൊണ്ടിരിക്കുന്നത്, അവിടുത്തെ ജനതയെ എങ്ങനെയാണ് രക്ഷിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നു. അതുപോലെ തന്നെ മത്സ്യബന്ധന സമൂഹത്തിൻ്റെ അവകാശങ്ങൾ അവരെ പുനരധിവസിപ്പിക്കുന്നു. പുനർഗേഹം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ആ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി സൗഹൃദമായ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കാം, അടിസ്ഥാന സൗകര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, കാലവർഷത്തിന് അനുയോജ്യമായ മൺസൂണിന് അനുയോജ്യമായ അല്ലെങ്കിൽ മാറുന്ന മഴയ്ക്ക് അനുയോജ്യമായ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു ജലശാസ്ത്രപരമായ ഒരു ഹൈഡ്രോളിക് ആയിട്ടുള്ള ഒരു പരിശോധന, ഒരു ഹൈഡ്രോളിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചർച്ച എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം. പാരിസ്ഥിതിക സുരക്ഷയെ സംബന്ധിച്ച് ഓഡിറ്റിംഗ് എങ്ങനെ ആലോചിക്കാം. പാടശേഖരങ്ങളും പ്രളയ തടങ്ങളും തണ്ണീർത്തടങ്ങളുമൊക്കെ സംരക്ഷിക്കേണ്ടത് എങ്ങനെ. വന്യജീവി ഇടനാഴികളും പാരിസ്ഥിതിക പാതകൾ, കുന്നൻ പ്രദേശങ്ങളുടെ സംരക്ഷണം, അതുപോലെ ഖനനം, നിർമ്മാർജ്ജനം, നിർമ്മാണ സാമഗ്രികൾ, പുനരാവർത്ത സമ്പദ് വ്യവസ്ഥ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ നിരവധി കാര്യങ്ങൾ പറയുന്ന മനോഹരമായ ഒരു രേഖയാണത്. എനിക്ക് തോന്നുന്നു ആവശ്യക്കാർക്ക് ഇതിൻ്റെ PDF ഫോമൊക്കെ പലർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ സംഘാടകർ. നഗര പരിസ്ഥിതിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോവുക, ഹരിത നഗരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കാം, ഹരിത പ്രതിരോധം എങ്ങനെ നമ്മുടെ പരിസ്ഥിതിയുടെ താപപ്രതിരോധം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും എങ്ങനെ നമുക്ക് പരമാവധി നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിനോദസഞ്ചാരവും പാരിസ്ഥിതിക മേഖലയുമായിട്ടുള്ള ബന്ധമെന്താണ്, എങ്ങനെയാണ് ഓരോ പ്രദേശത്തിൻ്റെയും ക്യാരിയിങ് കപ്പാസിറ്റി അനുസരിച്ചുള്ള പരിസ്ഥിതി സൗഹൃദ അല്ലെങ്കിൽ പരമ്പരാഗതമായ ആ പ്രദേശത്തിനും ആവശ്യമായ പൈതൃകകരമായ ടൂറിസം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ കാലാവസ്ഥയുടെ അപകടങ്ങളെ എങ്ങനെ നമുക്ക് ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ പ്രതിരോധിക്കാൻ പറ്റും. കേരളം എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചും ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയുന്ന 15ഓളം അധ്യായങ്ങളുള്ള വളരെ മനോഹരമായ രേഖയാണ് കാലാവസ്ഥ അപകട സാധ്യത, സ്ഥാനചലന അവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ. ഭരണ സംവിധാനത്തിൻ്റെ ഘടനയും പരിഷ്കാരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു 3ാമത്തെ ഭാഗവും ചേർത്തിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു 20 അധ്യായങ്ങളാണ് എല്ലാം കൂടി ഉള്ളത്. ഞാൻ 15 എന്ന് പറഞ്ഞെങ്കിലും എല്ലാം കൂടി ചേർത്ത് 20 അധ്യായമുണ്ട്. നിർവഹണവും മേൽനോട്ടവും പൊതു ഉത്തരവാദിത്വവും ചേർത്ത് വളരെ മനോഹരമായ ഒരു രേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത്.
ഈ രേഖ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കേരളത്തിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും കേരളത്തെയും കുറിച്ച് ചിന്തിക്കുന്നവരും ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരും എല്ലാവരും വായിക്കണം. അവരുടെ കമൻറ്റുകളുമൊക്കെ രേഖപ്പെടുത്തണം. ഇത് ഒരു വളരെ മനോഹരമായി ഒരു പരിസ്ഥിതി സൗഹൃദമായ കേരളം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതായിരിക്കണം. ഒരു പ്രധാന കാര്യം, കേരളത്തിൻ്റെ മാനിഫെസ്റ്റോകളിൽ ഇതിൻ്റെ വിവരങ്ങൾ കൂടി ചേർത്താലും ഇല്ലെങ്കിലും വരുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ ഭാവി രാഷ്ട്രീയം ഹരിത രാഷ്ട്രീയത്തിൻ്റെതായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതാണ് കാലത്തിൻ്റെ ആവശ്യവും.